തരൂർ LDFിലേക്ക് എത്തുമോ? വലവീശി വിദേശ വ്യവസായി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ വിവിധ ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോഴെല്ലാം കരുതിയിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ തരൂർ BJPയിലേക്ക് എത്തുമെന്നായിരുന്നു. പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന തരൂരിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലായിരുന്നു BJPയും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം ആഗ്രഹമുള്ള തരൂരിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടി BJP വലിയ സർപ്രൈസ് നൽകുമെന്ന് വരെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തരൂരിനായി LDF വലവിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കൊച്ചിയിൽ നടന്ന കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത് വേദിയിൽ നേരിട്ട അവഗണനയ്ക്ക് പിന്നാലെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ശശി തരൂർ പുതിയ രാഷ്ട്രീയ സാധ്യത തേടുന്നതിന്റെ ഭാഗമായാണ് ഇടതുമുന്നണിയുമായി ചർച്ച നടത്തുന്നത്. നേതാക്കളുമായി നേരിട്ട് ചർച്ച നടന്നതായി ഇതുവരെ സൂചനയില്ല. എന്നാൽ എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനായി ദുബൈയിലുള്ള തരൂർ അവിടെ വെച്ച് മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള വ്യവസായിയുമായി ചർച്ച നടത്തിയെന്നാണ് പ്രചരണം. തരൂർ ഇടതുമുന്നണിയിലേക്കെന്ന പ്രചരണത്തിന് ശക്തി പകരുന്ന പ്രതികരണമാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത്. തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പരസ്യമായി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ ശശി തരൂരിനെ LDF സ്വീകരിക്കും. മതനിരപേക്ഷ നിലപാടുള്ള ആർക്കും LDFിൽ വരാമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഡോക്ടർ ശശി തരൂർ MP ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. അറിയാത്ത കാര്യങ്ങളിൽ പ്രതികരിക്കാൻ ഇല്ലെന്നായിരുന്നു VD സതീശന്റെ നിലപാട്. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ MP ഹൈക്കമാൻഡ് വിളിച്ച നിർണായക യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ജനുവരി 28-ന് പാർലമെന്റ് സമ്മേളനത്തിനായി ഡൽഹിയിലെത്തുന്ന തരൂരുമായി രാഹുൽ ഗാന്ധി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി പ്രശ്നപരിഹാരം കാണാനിരിക്കെയാണ് പുതിയ നീക്കങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വിഷയത്തിൽ പ്രതികരിക്കാൻ ശശി തരൂരും തയ്യാറായിട്ടില്ല. വ്യവസായിയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വന്നപ്പോൾ താൻ വിമാനത്തിലായിരുന്നുവെന്നും വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. രാഷ്ട്രീയ വിഷയങ്ങളിൽ വിദേശത്ത് വെച്ച് പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ അദ്ദേഹം വിവാദം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്.